ഹായ് ഫ്രണ്ട്സ്, ബുദാപെസ്റ്റ് നമ്മുടെ സെക്കൻഡ് ഡേ ആണെന്ന്. നമ്മൾ പാർലമെൻറ്റ് വിസിറ്റ്, ബുദ കാസൽ വിസിറ്റൊക്കെ ഇന്നത്തേക്കാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ എപ്പോഴും മൊത്തം കാണാൻ വേണ്ടി ട്രൈ ചെയ്യുക. നമ്മൾ ബുദാപെസ്റ്റ് എപ്പോഴും ബുധയുടെ സൈഡിൽ നിൽക്കുമ്പം പെസ്റ്റിൻ്റെ സൈഡിൽ നിൽക്കുമ്പം ബുധയുടെയാണ് നമുക്ക് വ്യൂ കിട്ടുന്നത്. എന്നാൽ അവിടെ സീറ്റാഡല്ല എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പ് വ്യൂ പോയിന്റ് ഉണ്ട്. അവിടുന്ന് നമുക്ക് ബുധയുടെയും പെസ്റ്റിൻ്റെയും രണ്ടിൻ്റെയും നല്ല ഒരു വ്യൂ കാണാൻ പറ്റും. അത് ബുധ സൈഡിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് വാക്കാണ് അങ്ങോട്ടുള്ളത്. സീറ്റാഡല്ല ശരിക്കും സിറ്റിയുടെ അകത്ത് തന്നെയാണ്. എന്നാൽ പോലും നമുക്ക് ആ ഒരു സിറ്റി ഫീലിങ്സ് അവിടെ വരില്ല. ശരിക്കും നമ്മളൊരു കാട്ടിലൂടെ പോകുന്ന ഒരു ഫീലിങ്സ് ആണ്. അതിൻ്റെ ടോപ്പിലെത്തിയ നല്ല അടിപൊളി വ്യൂ ആണ്. അത്ര റഷ് ആയിട്ടുള്ള ഏരിയ ഒന്നുമല്ല. നമ്മൾ മോർണിംഗ് ആണ് അങ്ങോട്ട് പോകാൻ വേണ്ടി ചൂസ് ചെയ്തത്. കാരണം മോർണിംഗ് നമുക്ക് കുറച്ചുകൂടി നല്ല ക്ലിയർ ആയിട്ടുള്ള വ്യൂ കിട്ടും സിറ്റിയുടെ. സീറ്റാഡല്ലയുടെ ടോപ്പിൽ ഒരു സ്റ്റാച്യു ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ ഒരു സ്ഥലമുണ്ട്. പക്ഷെ നമ്മൾ പോയ ടൈം അവിടെ റിനോവേഷൻ വർക്ക് നടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ടോപ്പിൻ്റെ വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം തിരിച്ചിറങ്ങാൻ നോക്കി. സീറ്റാഡല്ലയിൽ അതുപോലെ തന്നെ പിള്ളേർക്ക് പറ്റിയ പ്ലേസാണ്. അവിടെ നല്ല അടിപൊളി ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇഷു കുറച്ച് നേരം അവിടെ കളിച്ചു. കാരണം അവൾക്കും എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. നമ്മളെപ്പോലെ എപ്പോഴും ഈ ഒരു നമുക്ക് കുറേ ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കത് ബോറടിക്കും കുറേ നേരം കാണുമ്പോൾ. ഹംഗേറിയൻ പാർലമെൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ കാണാൻ പറ്റിയൊരു സ്പോട്ടുണ്ട്. അത് നമ്മൾ ഗൂഗിൾ ചെയ്യേണ്ടത് പാർലമെൻറ്റ് വ്യൂ പോയിൻ്റ് എന്ന് അടിച്ചാൽ നമുക്ക് ആ ഒരു കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. അധികം ദൂരമൊന്നുമില്ല. നമ്മൾ ബുധ സൈഡിൽ നിന്ന് ട്രാം എടുക്കുകയാണെങ്കിൽ ഏകദേശം 2 സ്റ്റോപ്പ് അത്ര ദൂരമേ ഉള്ളൂ. പക്ഷെ നല്ലൊരു ഫോട്ടോ പോയിന്റ് ആണ്. നമുക്ക് പാർലമെൻറ്റ് ബേസ് ചെയ്തിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. നമുക്ക് പാർലമെൻറ്റ് വിസിറ്റ് സ്ലോട്ട് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഉച്ച കഴിഞ്ഞ് 2:30 മണിക്കാണ്. അപ്പോൾ അതിനിടയ്ക്കുള്ള ഗ്യാപ്പിൽ നമ്മൾ സെൻട്രൽ മാർക്കറ്റ് ഹാൾ കൂടി വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ശരിക്കും പണ്ട് തൊട്ടേ യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു മാർക്കറ്റ് ഹാളാണ്. പക്ഷേ ഇപ്പം ടൂറിസ്റ്റുകളൊക്കെ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്നതും ആ ഒരു ഏരിയയിലാണ്. അതിനകത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു മോളിൽ പോയാൽ എങ്ങനെയാണ് നമുക്ക് എല്ലാം ഫുഡ് ഐറ്റംസ് എല്ലാ ആക്സസറീസ് കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അതിൻ്റെ ഓപ്പണിങ് രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ സാധാരണ അവർ പറയുന്നത് സാധനം മേടിക്കാനുള്ള ആളുകളാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ലേറ്റ് ഈവനിങ് പോവുക. കാരണം അതിനിടയ്ക്കുള്ള ടൈമിൽ വിസിറ്റേഴ്സ് അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് ഭയങ്കര റഷായിരിക്കും. ടൂറിസ്റ്റുകൾ കാരണം അവിടെ നമ്മൾ മാർക്കറ്റ് ഹാളിൽ ഏകദേശം 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. എന്നാൽ പോലും നമ്മളത് മൊത്തം നടന്ന് കണ്ടിട്ടില്ല. പിന്നെ മാർക്കറ്റ് ഹാളിൽ പോകുന്നവർ കാർഡല്ല ക്യാഷ് യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. കാരണം നമ്മൾ ഒരു സാധനം മേടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവർ പറഞ്ഞു കാർഡ് അക്സെപ്റ്റ് ചെയ്യില്ല, ക്യാഷ് വേണമെന്ന്. ATM പോയപ്പം നമ്മുടെ കാർഡ് അവിടെ വർക്കിംഗ് ആയിരുന്നില്ല. അതെന്താ കാരണം എന്ന് നമുക്കും അറിയില്ല. 2:30 മണിക്കാണ് നമുക്ക് പാർലമെൻറ്റ് വിസിറ്റിംഗ് സ്ലോട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് 15 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ അവിടെ എത്തിയിരിക്കണം. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് അരമണിക്കൂർ മുന്നേ തന്നെ എത്തി. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് കിട്ടിയൊരു സ്ലോട്ടാണത്. പാർലമെൻറ്റ് വിസിറ്റ് ഒത്തിരി ലാംഗ്വേജിൽ അവൈലബിൾ ആണ്. അല്ല നമുക്ക് അറിയുന്നത് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ അവിടെ. ബുദാപെസ്റ്റ് വിസിറ്റ് ചെയ്യുന്നവർ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ലൊക്കേഷൻ തന്നെയാണ് പാർലമെൻറ്റ്. അതും നമ്മൾ അതിൻ്റെ ഉള്ളിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യും. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്. എല്ലാ റൂമുകളിലേക്കും അല്ലെങ്കിൽ എല്ലാ ഏരിയയിലേക്കും നമുക്ക് എൻട്രി ഇല്ല. അവർ 4 ആൾ നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും, ഫ്രണ്ടിലും ബാക്കിലുമായിട്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലെത്തിയാൽ നമുക്ക് ഹെഡ്സെറ്റ് ഉണ്ടാകും. അതിലാണ് അവർ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ ഫോട്ടോയും വീഡിയോയും എടുക്കാനുള്ള ലൊക്കേഷൻ അവർ കറക്റ്റ് പറഞ്ഞു തരും. അതിനകത്ത് ഒരു കിരീടമുണ്ട്. പണ്ട് ഹംഗേറിയൻ രാജാവ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കിരീടം. അത് ശരിക്കും നമ്മൾ ഇംഗ്ലീഷ് മൂവിയിലൊക്കെ കാണുന്ന പോലെ 3 or 4 സെക്യൂരിറ്റീസ് എപ്പോഴും അതിന് ഇങ്ങനെ ചുറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലെത്തിയപ്പോൾ അവർ പറഞ്ഞു ഫോട്ടോസ് വീഡിയോസ് എടുക്കരുത്, അത് അവർ സമ്മതിക്കില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർലമെൻറ്റിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ അത് മൊത്തം ചെയ്തിരിക്കുന്നത് ഗോൾഡ് വർക്കിലാണ്. ശരിക്കും നമ്മൾ പാലസൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഒരു പാർലമെൻറ്റിൽ അങ്ങനെ ഒരു ഇൻറ്റീരിയർ കാണുന്നത്. നമ്മുടെ ബുദാപെസ്റ്റിലെ ലാസ്റ്റ് ലൊക്കേഷനാണ് ബുദ കാസിൽ. കാസിലേക്ക് നമുക്ക് നോർമലി പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ടിക്കറ്റ് വെച്ചിട്ട് ബസ്സിൽ പോകാം, അല്ലെങ്കിൽ സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് ഫ്യൂണിക്കുലാറിൽ പോകാം. ഫ്യൂണിക്കുലാർ ശരിക്കും 1800കളിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ട്രാം അല്ലെങ്കിൽ ലിഫ്റ്റ് എന്ന് പറയാം. കാരണം ഇത് ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ബുധയിൽ നിന്ന് ബുദ കാസിലേക്കുള്ള ആളുകളൊക്കെ ഈ ഒരു ലിഫ്റ്റാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്.
ബുദാകാസിൽ ശരിക്കൊരു മലയുടെ ടോപ്പിലാണ്. ആ ഒരു മലയുടെ ഉള്ളു ഫുള്ള് ടണൽസും അണ്ടർഗ്രൗണ്ട്സും ആണ്. കുറേ ഏരിയയിലൊക്കെ നമുക്ക് ടിക്കറ്റ് എടുത്താൽ വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബുദാകാസിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും ഗൈഡഡ് ടൂർ എടുക്കാൻ. നമ്മൾ ഗൈഡഡ് ടൂർ എടുത്തില്ല, കാരണം ഏകദേശം ഉച്ച കഴിഞ്ഞു നമ്മൾ ബുദാകാസിൽ വിസിറ്റ് ചെയ്യാൻ എത്തിയപ്പം. ഗൈഡഡ് ടൂറുകളൊക്കെ നോർമലി ഒന്നില്ലെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഒരു ഉച്ച സമയത്ത് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബുദാകാസിൽ അത്യാവശ്യം നമുക്കൊരു ഹാഫ് ഡേ തന്നെ നടന്ന് കാണാനുണ്ട്. നമ്മളതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ചുറ്റുമൊക്കെ കണ്ടു. കാസിലിൻ്റെ ഉള്ളിൽ കയറാൻ ചില ഏരിയസിൽ ടിക്കറ്റ് വേണ്ട. നമ്മൾ ആ ഒരു ഏരിയ ഒക്കെ കണ്ടു. പിന്നെ സിറ്റി വ്യൂ കിട്ടുന്ന ഒത്തിരി ലൊക്കേഷൻസ് ഉണ്ട് ബുദാകാസിൽ. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടു. പാർലമെൻറ്റ് കഴിഞ്ഞാൽ ബുദാപെസ്റ്റിൽ എന്തായാലും ട്രൈ ചെയ്യണമെന്ന് പറയുന്നത് തെർമൽ ബാത്താണ്. ബുദാപെസ്റ്റിലെ തെർമൽ ബാത്ത് ഭയങ്കര സ്പെഷ്യലാണ്. പക്ഷെ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല, കാരണം ടെമ്പറേച്ചറാണ്. കാരണം നമ്മൾ പോയ സമയത്ത് അവിടെ ഏകദേശം 25-27 ഡിഗ്രി ടെമ്പറേച്ചർ, സണ്ണി ഡേ ആയിരുന്നു. അത് നമ്മൾ ഒക്ടോബറിലാണ് ബുദാപെസ്റ്റ് വിസിറ്റ് ചെയ്യുന്നത്. പുറത്തുനിന്നൊക്കെ യൂറോപ്പ് ഒരു തവണയെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കൺട്രിയാണ് ഹംഗറി. അതിന് ഒന്നാമത്തെ കാരണം അവിടുത്തെ പൈസയാണ്. അവിടുത്തെ പൈസയ്ക്ക് തീരെ വാല്യൂ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലോകത്തിൻ്റെ വേറെ ഏതൊരു കോണിന്ന് ബുദാപെസ്റ്റ് വിസിറ്റ് ചെയ്താലും അല്ലെങ്കിൽ ഹംഗറി വിസിറ്റ് ചെയ്താലും ഭയങ്കര ചീപ്പാണ്. കമ്പാരിറ്റീവ്ലി മറ്റു യൂറോപ്യൻ സിറ്റീസിൽ പോകുന്നതിനേക്കാൾ ചീപ്പാണ്. പിന്നെ കാണാനും അത്യാവശ്യം നല്ലോണമുണ്ട്. പിന്നെ പറയുന്നത് ഹംഗറി സെൻട്രൽ യൂറോപ്പാണ്. എല്ലാ കൺട്രീസുമായിട്ടും ട്രെയിൻ കണക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ചുകൂടി ചീപ്പായിരിക്കും. പിന്നെ നമുക്ക് ടൈമും സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്ലൈറ്റിൽ പോകുന്നതിനേക്കാൾ ട്രെയിനിൽ പോകുമ്പോൾ കുറച്ചുകൂടി ടൈം ലാഭമായിരിക്കും, പൈസയും ലാഭമാണ് നമുക്ക്. പിന്നെ ടെമ്പറേച്ചർ സെൻട്രൽ യൂറോപ്പ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെതറായിരിക്കും. നമ്മൾ ബുദാകാസിലോട് കൂടി ബുദാപെസ്റ്റിൻ്റെ മൊത്തം നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു. അപ്പോൾ ബുദാപെസ്റ്റ് വരുന്നവർ ആദ്യം പാർലമെൻറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുക. ആ ഒരു ടൈം സ്ലോട്ടിനനുസരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. കാരണം എല്ലാം അടുത്തടുത്താണ്. നമ്മൾ വാക്കിംഗ് ടൂറാണ് ബുദാപെസ്റ്റ് മൊത്തം എടുത്തത്. പിന്നെ ലോങ് ആയിട്ട് വരുന്ന 1-2 സ്ഥലത്ത് മാത്രമേ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. നമ്മൾ ബുദാപെസ്റ്റ് പ്ലാൻ ചെയ്തത് 2 ഡേ ആണ്. അപ്പോൾ ഏകദേശം ഒരു 5 മണി ആയപ്പോഴേക്ക് തന്നെ നമ്മൾ എല്ലാം കണ്ടു കഴിഞ്ഞു. പിന്നെ നമുക്ക് രാത്രി 9:30 തിരിച്ച് ഓസ്ലോയിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ അതിനിടയ്ക്ക് വീണ്ടും നമുക്ക് ടൈം വന്നപ്പം നമ്മൾ വിചാരിച്ചു ബോംബെ ബുദാപെസ്റ്റ് ഒന്നുകൂടി വിസിറ്റ് ചെയ്യാമെന്ന്. കാരണം അവരുടെ ആ ഒരു അറ്റ്മോസ്ഫിയറും പ്രസൻറ്റേഷൻ സ്റ്റൈലൊക്കെ നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ഫുഡും നമുക്ക് ഹെവി ഫുഡാണ്. നമുക്ക് ഓസ്ലോയിലേക്ക് തിരിച്ചു പോയാൽ ഒരിക്കലും അതുപോലത്തെ അത്ര ടേസ്റ്റുള്ള ഫുഡൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി ബോംബെ ബുദാപെസ്റ്റ് വിസിറ്റ് ചെയ്തിട്ടാണ് എയർപോർട്ടിലേക്ക് പോയത്. നമ്മുടെ ബുദാപെസ്റ്റ് വീഡിയോയും കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ എപ്പോഴും മൊത്തം കാണാൻ വേണ്ടി ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി സജസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.